ഇൻഫൈൻ പ്ലസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തപസ്യയുടെ ജില്ലാ വർക്കിംഗ് പ്രസിഡൻറ്റും ഉജ്ജ്വല വാഗ്മിയുമായ ശ്രീ KV രാജേന്ദ്രനാണ്. നമസ്കാരം. നമസ്കാരം. അഘോരികൾ, നമുക്ക് ഈ അടുത്ത സമയത്ത് നമ്മുടെ മഹാകുംഭമേളയുമായി ബന്ധപ്പെടുമ്പോഴാണ് അഘോരികളെക്കുറിച്ച് കൂടുതൽ ഭാരതം ചർച്ച ചെയ്യുന്നത്. ആരാണ് സത്യത്തിൽ അഘോരികൾ? വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സന്യാസി സമൂഹമാണ് അഘോരികൾ. പല അതീന്ദ്രിയമായ അനുഭവങ്ങളും കരുത്തുമൊക്കെ കൊണ്ട് ആളുകൾ വിശ്വസിക്കുന്ന ഈ വിഭാഗം വാസ്തവത്തിൽ ഗുജറാത്തിലെ ഗിർനാർ മലമുകളിൽ കിനാരി ബാബ എന്ന ഇവരുടെ ആചാര്യന് ദത്താത്രേയ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് തൻ്റെ മാംസം പ്രസാദമായി നൽകുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ആ വംശപരമ്പരയിൽപ്പെട്ട ആളുകളാണ് അഘോരികളെന്ന് വിളിക്കപ്പെടുന്നത്. ഇന്ന് വാരണാസിയിലും അതുപോലെ ജാർഖണ്ഡിലെ ചില പ്രദേശങ്ങളിലും ബീഹാറിലും ഈ പരമ്പരയിൽപ്പെട്ട ആളുകളുണ്ട്. പക്ഷെ പുതിയ കാലവുമായി സമരസപ്പെട്ട് ചില വിഭാഗങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ഇതിലൊരു വളരെ ചെറിയ വിഭാഗം 5000 താഴെ 5800 താഴെ അഘോരികളാണ് ആ സമൂഹ വ്യവസ്ഥയിലുണ്ട് എന്ന് കരുതപ്പെടുന്നത്. അതിൽ ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് ഈ കടുത്ത അഘോരി സമ്പ്രദായം അനുഷ്ഠിക്കുന്നത്. ബാക്കി എല്ലാവരും പുതിയ സന്യാസി പാരമ്പര്യവുമായി സമരസപ്പെടുകയും കുറച്ചെങ്കിലും പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുകയും പുറം ലോകത്തെ ബാഹ്യ പാരമ്പര്യങ്ങളുമായിട്ട് ഇടപെടുകയും ചെയ്യാൻ അവർ തയ്യാറാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ പുറം ലോകമായിട്ട് യഥാർത്ഥത്തിൽ ബന്ധം ഇപ്പോൾ ഉണ്ട്, ഒരു ചെറിയ വിഭാഗത്തിന്. സാധാരണ പുറം ലോകവുമായിട്ട് ബന്ധമില്ലാതെ ഈ ഈശ്വരാരാധനയിലും മോക്ഷത്തിലും മാത്രമാണ് ഈശ്വരാരാധന. കാരണം ഇവർ പ്രത്യേകിച്ചും ശ്മശാനവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇവരുടെ ആവാസ കേന്ദ്രങ്ങൾ മിക്കവാറും ഉള്ളത്. കാരണം ദത്താത്രേയ ഭഗവാൻ തൻ്റെ മാംസം ഇങ്ങനെ തൻ്റെ ശരീരത്തെ ഇങ്ങനെ ഇവർക്ക് പ്രസാദമായി നൽകിയപ്പോൾ സ്വാഭാവികമായും മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കുന്നവരാണ് എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംസ്കാര സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ശ്മശാന ഭൂമികളിൽ ഇവർ വളരെ ഉന്മാദത്തോടു കൂടി കഴിയുന്ന ഒരു വിഭാഗമാണ്. ചുടലഭസ്മ ശരീരം മുഴുവൻ പൂശി അവർ ജീവിക്കുന്നു. 2 കാരണങ്ങളാണ് അത്. ഒന്ന് ആചാരത്തിൻ്റെ ഭാഗമായിട്ടും, ഒന്ന് ഏറ്റവും കൊടിയ തണുപ്പിനെയും പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം എന്ന രീതിയിലാണ് ഈ ചുടലഭസ്മം പൂശുന്നത്. അപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട കൊടിയ തണുപ്പിനെ അതിജീവിക്കാൻ വേണ്ടി ഒരു ഭസ്മത്തെയാണ് ആശ്രയിക്കുന്നത്. ഭസ്മത്തെയാണ് സ്വീകരിക്കാറുള്ളത്. വലിയ ചൂടും സഹിക്കാൻ അവർക്ക് സഹിക്കാൻ കാര്യം പുറം ലോകമായിട്ട് ബന്ധമില്ലാത്ത കൊടും കാടുകളിൽ, മനുഷ്യവാസം തീരെയില്ലാത്ത കൊടും കാടുകളിൽ ഇവർ താമസിക്കുന്നു. ഇവർ വളരെ താന്ത്രികപരമായിട്ട് വളരെ ഉന്നതി നേടിയ ആളുകളാണെന്നാണ് വിശ്വാസം. ഇവർക്ക് പിന്നെ പെട്ടെന്ന് തന്നെ മനുഷ്യരെ ഈ കാണുന്ന മാത്രയിൽ തന്നെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ മറയ്ക്കാൻ, അല്ലെങ്കിൽ മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറയാൻ ഉള്ള ഒരു കരുത്ത് ഇവർക്കുണ്ട്. അതുപോലെ മനുഷ്യൻ്റെ രക്തം ഇങ്ങനെ ഊറ്റിയെടുക്കാനുള്ള കരുത്തുണ്ട് എന്നൊക്കെ ചില വിശ്വാസങ്ങളുണ്ട്. ഇതുകൊണ്ട് എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് നമ്മൾ അതിനൊക്കെ വളരെ വലിയൊരു പഠനത്തിന് വിധേയമാക്കിയാലേ സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ച് ആധികാരികമായ ഒരു പുസ്തകം വന്നിട്ടുള്ളത് നമുക്കറിയാം, ശൈവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് നമുക്കറിയാമല്ലോ. യോഗ, ഇമ്മോർട്ടാലിറ്റി ആൻഡ് ഫ്രീഡം എന്ന ഒരു പുസ്തകത്തിൽ റൊമേനിയൻ ചരിത്രകാരൻ ആയിട്ടുള്ള ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ മിർസിയ എഡ്വേർഡ്, ഈ മിർസിയ എഡ്വേർഡാണ് ഇവരെക്കുറിച്ച് പുറം ലോകത്തിന് ഒരു വിവരം നൽകുന്ന ആദ്യത്തെ പുസ്തകം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് ഇവരുടെ ഈ അമാനുഷികമായ കഴിവുകളെക്കുറിച്ച്. ഇവർക്ക് വളരെയധികം ആയോധന കലകളിൽ വളരെ പ്രാവീണ്യമുണ്ട് എന്നും ഇവർക്ക് എന്തു വേണോ സാധിക്കാൻ അത്ര കണ്ട് കഠിനമായ വ്രതചര്യകളിലൂടെ ഇവർ കടന്നു പോകുന്നത് സ്വന്തം പുറം ലോകമായിട്ട് ബന്ധമില്ല, തൻ്റെ ശരീരമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ഇവർക്ക് ബോധമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് വസ്തുക്കളെല്ലാം മായയാണ്. മരങ്ങളും മൃഗങ്ങളും മനുഷ്യരും മറ്റ് കാര്യങ്ങളും എല്ലാം മായയാണ് എന്നുള്ള ഒരു സങ്കല്പമാണ് ഇവരെ സംബന്ധിച്ച് വരുന്നത്. പുറം ലോകവുമായിട്ട് ഇവർ ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ബന്ധപ്പെടുന്നത്? കുംഭമേളയുടെ സമയത്ത് മാത്രമാണോ? വർഷത്തിൽ 12 വർഷത്തിൽ നടക്കുന്ന കുംഭമേള, 6 വർഷത്തിലെടുക്കുന്ന ഒരിക്കൽ നടക്കുന്ന പിന്നെ അർദ്ധവാർഷിക കുംഭമേള. ഈ കുംഭമേള സമയങ്ങളിൽ ഇവർ പുറത്തേക്ക് വരുന്നുണ്ട്, ഇവരെ കാണാൻ സാധിക്കും. പിന്നെ ഇവരുടെ പുറലോകമായിട്ടുള്ള ബന്ധം, ഇവർക്ക് ചില വിശ്വാസികളുണ്ട്, വിശ്വാസി സമൂഹങ്ങളുണ്ട് ചില മേഖലകളിൽ. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവർ പുറത്തു വരാറുണ്ട്.
അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ പുറത്ത് വരാറുണ്ട്. അതും കൂട്ടം കൂട്ടമായിട്ടില്ല. ഇപ്പോൾ ഒരു അഘോര വിഭാഗത്തിൻ്റെ സന്യാസി ശ്രേഷ്ഠനുമായി എനിക്ക് ബന്ധമുണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് എൻ്റെ ഒരു ആവശ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു ഏതെങ്കിലും വ്യക്തിപരമായ ആവശ്യത്തിന് ഞാൻ ക്ഷണിച്ചാൽ അദ്ദേഹം പുറത്തു വരും. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വ്യക്തിപരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആ രീതിയിൽ ജീവിക്കുന്ന ഈ സന്യാസി പാരമ്പര്യവുമായി ഇടചേർന്ന് ഇടപഴകി ജീവിക്കുന്ന ആളാണെങ്കിൽ, അല്ലാണ്ട് എൻ്റെ വീട്ടിലെ കല്യാണത്തിനോ മരണത്തിനോ എന്ന അല്ല സൂചന ഞാൻ തന്നത്. ഞാൻ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ ആവശ്യങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വരുമെന്നല്ല. ഞാൻ ഇപ്പം ഹരിദ്വാറിലെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കാണണമെന്ന് ഞാൻ ധരിച്ചാൽ അദ്ദേഹം എനിക്ക് കാണാൻ സാധ്യമാകുന്ന രീതിയിൽ എൻ്റെ അടുത്തെത്തും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിരന്തരം യാത്രകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പം ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും അഘോരികളെ കണ്ടുമുട്ടും? അഘോരി സന്യാസിമാർ ധാരാളം കഴിഞ്ഞ ഈ കൊറോണ സമയത്ത് ഹരിദ്വാറിൽ നടന്ന അർദ്ധവാർഷിക കുംഭമേള, ആ സമയത്ത് ഞാൻ പോയതാണ്. അപ്പോൾ അതിനു മുമ്പ് നടന്ന പൂർണ്ണ കുംഭമേളയിൽ ഞാൻ പോയതാണ്. ആ പൂർണ്ണ കുംഭമേളയിലും അർദ്ധവാർഷിക കുംഭമേളയിൽ 2 കുംഭമേളയിൽ പങ്കെടുത്തപ്പോൾ രണ്ട് സമയത്തും അഘോരി സ്വാമികളെ കണ്ടു. അവർ പൂർണ്ണ നഗ്നരായിരിക്കും, അടിമുടി. അതിൽ സ്ത്രീ സന്യാസിനിമാരുമുണ്ട്. അവരും ഇതേ രീതിയിലാണ്. അവരുടെ വസ്ത്രം എന്ന് പറഞ്ഞാൽ തലമുടിയാണ് വസ്ത്രം. ആ തലമുടി ഇങ്ങനെ നീട്ടി വളർത്തിയിട്ട് അതാണ് മാറ മറയ്ക്കുന്നതും അല്ലെങ്കിൽ അവരുടെ നഗ്നത മറയ്ക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ചുടലഭസ്മം സദാസമയവും ചുടലഭസ്മം പൂശുകയും ഒപ്പം തന്നെ ഈ ഭാങ്ക് പോലുള്ള ഭാങ്ക് പോലുള്ള ലഹരി ഉപയോഗിക്കുകയും ചെയ്യും. എന്തായാലും അവർ പുകവലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പുകവലിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവരടുത്ത് ഇരുന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ അനുവാദം തന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കഞ്ചാവാണോ ഭാഗമാണോ അല്ലെങ്കിൽ വേറെ എന്താണെന്ന് എനിക്കറിയത്തില്ല. അവർ പുകവലിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് കഞ്ചാവ് ഇങ്ങനെയുള്ള, അതായത് അവർക്ക് ഈ അഹംബോധം നഷ്ടപ്പെട്ട ആളുകളാണ്. ശരീരബോധമില്ല. സ്വാഭാവികമായും ശരീരബോധമില്ലാത്തതുകൊണ്ട് ചാണകമാണെങ്കിലും വെള്ളമാണെങ്കിലും ശുദ്ധജലമാണെങ്കിലും മലിനജലമാണെങ്കിലും അവർക്കെല്ലാം ഒരേ കാഴ്ചപ്പാടാണ്. അതുകൊണ്ടായിരിക്കും ഇതിനെല്ലാം ഒരു തരത്തിൽ കണ്ടുകൊണ്ട് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അവർക്കെതിരെ വരുന്ന ആരോപണം മനുഷ്യ മാംസം ഭക്ഷിക്കുമെന്നാണ്. ഈ ഹുയാങ് സാങ് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണത്തിൽ ഗംഗാനദിയിൽ ഒഴുകി നടക്കുന്ന ഒരു മൃതശരീരത്തിൻ്റെ പുറത്ത് ഇരുന്നു കൊണ്ട് അതിൽ ഇങ്ങനെ അത്താഴം കഴിക്കുന്നു, വിരുന്ന് കഴിക്കുന്നു എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുണ്ട്. എത്ര കണ്ട് ശരിയാണ്? എന്തായാലും ഒരു കാര്യം, ഇവർ മൃതശരീരങ്ങളെ ഇരിപ്പിടമാക്കാറുണ്ട്. മൃതശരീരങ്ങളുടെ പുറത്ത് കയറി ഇരുന്നിട്ട് മഗ്നായിരിക്കാറുള്ള ഒരു വസ്തുത അത് ശരിയാണെന്ന് ഏറെക്കുറെ പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് 1-2 സ്ഥലങ്ങളിൽ വായിച്ചതായിട്ടും ഓർമ്മയുണ്ട്. അപ്പോൾ ശ്മശാനവുമായി ബന്ധപ്പെട്ടാണ് ഇവരുടെ ജീവിതം. ഇപ്പം കാശിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ 64 തീർത്ഥഘട്ടങ്ങളുണ്ട്. അതിൽ ഹരിചന്ദ്രഘട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ മൃതശരീരം അതെ ഹരിചന്ദ്രൻ ജോലി ചെയ്തിരുന്ന ഘട്ടം അവിടെയാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ മൃതശരീരം കൊണ്ടുവന്നപ്പോൾ അതിന് കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് ദഹിപ്പിക്കില്ല എന്ന് പറഞ്ഞ് ആ പഴയ ചരിത്രം പുരാണത്തിലെ കഥ പറയുന്നത് അവിടെയാണ്. ആ ഹരിചന്ദ്രഘട്ടിൽ നിന്ന് മൃതശരീരം പാതി വെന്ത് കഴിയുമ്പോൾ ഈ അഘോരി സന്യാസിമാർ വന്ന് അതിനെ എടുത്തുകൊണ്ട് പോകുമെന്നൊരു പഴങ്കഥ ഇപ്പം എന്തായാലും നടക്കില്ല. ഇപ്പം ഗവൺമെൻറ് വളരെ ശക്തമായി അതൊക്കെ നിരോധിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മുമ്പ് ഈ പാതി വെന്ത മൃതശരീരങ്ങൾ എടുത്തുകൊണ്ട് പോകുമായിരുന്നു അഘോരി സന്യാസിമാർ, അവർ ഭക്ഷിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ കാണാൻ കഴിയുന്ന ഈ പാതി വെന്ത ശരീരങ്ങളെ ഗംഗയിലേക്ക് എടുത്ത് എറിയാറുണ്ട്. ഗംഗയിൽ മുങ്ങിച്ചാവുക അല്ലെങ്കിൽ ഗംഗയിൽ വിലയം പ്രാപിക്കുക എന്നുള്ളത് ഏറ്റവും പരമപ്രധാനമായ ഒരു വസ്തുതയാണ് എന്ന് കരുതുന്ന സന്യാസിമാരുടെ മനോഭാവം. അതിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. പക്ഷെ എന്തായാലും ഇന്ന് അങ്ങനെ ഒരു നടപടിക്ക് ആരും മുതിരില്ല. കാരണം ഗംഗയൊക്കെ വളരെ നമാമി ഗംഗ പദ്ധതിയിലൂടെ അതിനെയൊക്കെ വളരെ ശക്തമായി നിരോധിച്ചതുകൊണ്ട് ഈ അഘോരി സന്യാസിമാരുടെ ശവം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്ന പരിപാടിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ശവവുമായി ബന്ധപ്പെട്ട് പരസ്യമായി കാണുന്ന ക്രിയകളൊന്നും കാണാൻ സാധിക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അഘോരി സന്യാസിമാരെക്കുറിച്ച് വാസ്തവത്തിൽ ഒരു പഠന വിഷയം ആകേണ്ടതാണ്. അത് ഇന്ത്യൻ ഭാഷകളിൽ ഒന്നിലും തന്നെ അത്തരത്തിലുള്ള ഒരു പഠനം വന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നിഗൂഢമായ സന്യാസി പാരമ്പര്യം. കാരണം അവർക്ക് പുറലോകോട് ബന്ധമല്ല. ഇവർ കൊടും കാടുകളിലാണ്, -ന് താഴെയുള്ള കൊടും തണുപ്പുകളിൽ. ഇപ്പോൾ നമ്മൾ അമർനാഥിൽ പോകുമ്പോൾ അമർനാഥ് നദിയൊക്കെ മഞ്ഞുറഞ്ഞ് കിടക്കും. ആ സമയത്ത് അപൂർവം ചിലപ്പോൾ ഇവരിൽ ചില ആളുകളെ കാണാൻ സാധിക്കും. ആ തണുത്തുറഞ്ഞ സ്ഥലങ്ങളിൽ. അതിപ്പോൾ നമ്മൾ ഉത്തരകാശിയിൽ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മാനാ ഗ്രാമത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ 6 മാസം മഞ്ഞുറഞ്ഞ് കിടക്കുമല്ലോ. ആ മാനാ ഗ്രാമത്തിൽ നിന്നും പുറത്തിറങ്ങാത്ത സന്യാസിനിമാരുണ്ട്. അവർക്ക് ശ്വാസം പോലും കിട്ടില്ല. കാരണം ഈ അവരുടെ തപോവനങ്ങൾ അല്ലെങ്കിൽ എന്ന് പറയുന്ന ആശ്രമങ്ങളെല്ലാം മഞ്ഞുകൊണ്ട് മൂടിക്കഴിയും.
ഇപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ പൈപ്പ്, പ്ലാസ്റ്റിക് പൈപ്പ് എങ്ങാനും വെച്ചിട്ട് പുറത്തേക്ക് വിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഓക്സിജൻ അല്ലെങ്കിൽ ശ്വാസം, എയർ കൊണ്ട് മാത്രം ജീവിക്കുന്ന എത്ര ആളുകളുണ്ട്. സാധാരണ മനുഷ്യർ, ഗ്രാമീണരൊക്കെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങും, ജോഷിമഠിലേക്ക് താമസം മാറും. അതാണ് നമ്മുടെ കേദാർനാഥും ബദ്രീനാഥും പോലുള്ള ക്ഷേത്രങ്ങൾ 6 മാസത്തേക്ക് അടയ്ക്കുന്നത്. ഏകദേശം 8 അടി 10 അടി കനത്തിൽ മഞ്ഞ് വീഴും. ഭൂമിയിൽ ഒരു ധാന്യം പോലും മുളയ്ക്കില്ല. ഒരു ചെറിയ വസ്തു പോലും, ചെറിയൊരു മരച്ചില്ല പോലും കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഈ മഞ്ഞ് ഉറയുന്ന സമയത്ത് പോലും അവിടെ തന്നെ ജീവിക്കുന്ന സന്യാസിമാരുണ്ട്. അവരുടെ കൊടിയ താന്ത്രിക സാധനങ്ങളാണ്. ഇപ്പം കാശ്മീർ തന്ത്രം, അതുപോലെ ദക്ഷിണേന്ത്യൻ തന്ത്രം, ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഇത് കാശ്മീരി തന്ത്രം പഠിച്ച ആളുകളാണ് അഘോരികൾ എന്ന് ഒരു വർത്തമാനം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം വളരെ കടുത്ത യാഥാർത്ഥ്യങ്ങളെ നേരിട്ടുകൊണ്ട് വളരെ കടുത്ത തരത്തിലുള്ള സ്വയം ശരീരത്തെ പരീക്ഷണത്തിന് വിധേയമാക്കി, സ്വയം ഇങ്ങനെ നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് ശരീരത്തെ വിട്ടുകൊടുത്ത്, തൻ്റെ മനസ്സിനെയും വിട്ടുകൊടുത്ത് ആ ഒരു ബോധതലത്തിൽ ജീവിക്കുന്ന വിഭാഗം ആളുകൾ, ഒന്നുമായി ബന്ധമില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത. അതുകൊണ്ടാണ് അവർ നഗ്നരാണ് എന്ന് നമ്മൾ അറിയുമ്പോഴും അവർക്കതിൽ ഇതില്ല. ഈ കറുത്ത വസ്ത്രം ധരിക്കുന്ന സന്യാസിമാർ ആണ് ഇവരെന്ന് കേട്ടത്. കറുത്ത വസ്ത്രമേ ധരിക്കാറില്ല, അഘോരികൾ വസ്ത്രമേ ധരിക്കാറില്ല. പ്രത്യേകിച്ച് പിന്നെ കറുത്ത വസ്ത്രത്തിൻ്റെ കാര്യം പറയുന്നില്ല, ഞാനൊരിടത്തും ഇതുവരെ കേട്ടിട്ടില്ല കറുത്ത വസ്ത്രം ധരിക്കുന്നതിനെ കുറിച്ച്. അഘോരികൾ ഈ വസ്ത്രമേ ധരിക്കാറില്ല. അവരുടെ ലിംഗത്തിൽ തൊട്ട് നമസ്കരിക്കാൻ വേണ്ടി ആളുകൾ തമ്മിൽ രണ്ട് പാരമ്പര്യമാണ്. നാഗസന്യാസിയുടെ പാരമ്പര്യമല്ല അഘോരികൾക്ക്. അഘോരികൾക്ക് പുറം ലോകമായിട്ട് ബന്ധമല്ല. നാഗാസന്യാസിമാർക്ക് പാരമ്പര്യമുണ്ട്. അവർക്ക് ഇത് ഈ അഘോരികൾ തികച്ചും ഒരു അവധൂതാവസ്ഥയ്ക്കും അപ്പുറം എത്തിയ ആളുകളാണ്. അവരുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സാക്ഷാൽ ശിവനിൽ നിന്നും തുടങ്ങുന്നതാണ്. ദത്താത്രേയൻ ശിവനാണല്ലോ. ആ ശൈവ പാരമ്പര്യത്തിൽ നിന്നും അതുകൊണ്ടാണ് അവരെ കപാലിക സന്യാസിമാരെന്ന് വിളിക്കുന്നത്. കൊണ്ടാണ് മനുഷ്യൻ്റെ തലയോട്ടിയെ പാനപാത്രമാക്കുന്ന, അല്ലെങ്കിൽ എല്ലാം അവരുടെ കാര്യങ്ങളുമൊക്കെ മാലകളായി ധരിക്കുന്ന അതാണ്. പരമശിവനാണല്ലോ തലയോട്ടിയൊക്കെ മാലയായിട്ട് ധരിച്ചിട്ടുള്ളത്. എന്താ ഈ തലയോട്ടിയൊക്കെ ഇത്ര ഭയാനകമായ തലയോട്ടിയൊക്കെ അതിൻ്റെ പിന്നിൽ എന്താണ്? അല്ല, ഭയം നമുക്കല്ലേ, അതെ, അവർക്കല്ലല്ലോ. അവർക്കിതെല്ലാം ബ്രഹ്മമാണ്. അതെ. വാരണാസിയിൽ 600 വയസ്സിലേറെ കാലം ജീവിച്ചിരുന്ന ഒരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കും. അദ്ദേഹത്തിന് തൈര് വലിയ ഇഷ്ടമാണ്. ആ തൈര് ഇഷ്ടമുള്ള സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഒന്ന് പറ്റിക്കണമെന്ന് കരുതി ഈ നമ്മുടെ കുമ്മായമുണ്ടല്ലോ, കുമ്മായം കലക്കിയിട്ട് തൈര് എന്ന് പറഞ്ഞ് ഒരാൾ ഇദ്ദേഹത്തിന് കൊണ്ട് കൊടുത്തു. ഇദ്ദേഹം അത് വാങ്ങി കുടിച്ചിട്ട് അദ്ദേഹം നടന്നങ്ങ് പോയി. പക്ഷേ കൊടുത്ത ആൾ ഇവിടെ കിടന്ന് പിടയ്ക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വന്ന് ഇദ്ദേഹത്തെ തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് വിട്ടു. കുറേ ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് തെരുവിലൊക്കെ നഗ്നായിട്ടൊക്കെയാണ് നടക്കുമ്പോഴത്തേക്ക് ആളുകൾ ചുറ്റും കൂടും ദർശനത്തിന് വേണ്ടി. ആളുകൾക്ക് എന്തെങ്കിലും കിട്ടണം, അവർക്ക് നമുക്കെല്ലാം കിട്ടാനാണല്ലോ, അനുഭവങ്ങൾ കിട്ടണം, എനിക്ക് അനുഗ്രഹം കിട്ടണം. അനുഗ്രഹത്തിന് ആളുകൾ തിങ്ങിക്കൂടും. അത് വലിയൊരു പ്രശ്നമായി. ഇദ്ദേഹത്തെ ഇപ്പോൾ ജയിലിലിട്ടപ്പോൾ ജയിലിൻ്റെ പുറത്ത് ആളുകളിങ്ങനെ കൂടി. അപ്പോൾ ഇദ്ദേഹം ജയിലിൻ്റെ ആ ഓടെല്ലാം പൊളിച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്നിട്ട് ദർശനം കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അദ്ദേഹം തെരുവിലൂടെ നടക്കുമ്പോൾ ഒരാൾ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ തറയിൽ വീണ് കിടന്ന് പിടയുകയാണ്. അപ്പോൾ ഈ കൈ വെട്ടി മുറിവേൽപ്പിച്ച് കൈ ഇങ്ങനെ മുറിച്ചിട്ടു. കുറച്ച് മുന്നോട്ട് പോയി, ആ വെട്ടിയ ആൾ മുന്നോട്ട് പോയി. ഇദ്ദേഹവും നടന്നങ്ങ് പോവുകയാണ്. കൈ മുറിഞ്ഞു പോയൊന്നും അറിയുന്നില്ല. പക്ഷെ വെട്ടിയ ആൾ ഇത് കണ്ട് പേടിച്ചിട്ട് ഈ കൈ എടുത്തുകൊണ്ട് പോയി പുറകെ പോയിട്ട് ഇവിടെ ആ മുറിവിൽ കൊണ്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇത് യോഗാനന്ദ പരമഹംസൻ എഴുതിയിട്ടുള്ള യോഗിയുടെ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഒരുപക്ഷെ സാധാരണ മനുഷ്യന് ചിന്തിക്കാനാവാത്ത തരത്തിൽ എനിക്കോ ഹരീഷിനെ പോലെയുള്ള പുതിയ തലമുറയ്ക്ക്, അല്ലെങ്കിൽ നമുക്ക് താഴെയുള്ള പുതിയ തലമുറയ്ക്ക് ഒരിക്കലും വിശ്വസിക്കാനാവാത്ത അവിശ്വസനീയമായ ജീവിത രീതികളിൽ കൂടി കടന്നു പോകുന്ന ഒരു തലം. ഇന്ദ്രിയാനുഭവങ്ങളൊന്നുമല്ല, അതീന്ദ്രിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകും. അതുകൊണ്ടാണ് ഈ അഘോരികൾ അവർക്ക് പുറംലോകത്തോട് ബന്ധമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ശ്മശാനവും തലയോട്ടിയും പിന്നെ ചാണകവും മലവും മൂത്രവും അല്ലെങ്കിൽ പിന്നെ ശുദ്ധജലവും എല്ലാം ഒരേ ഒന്നാണ്. ബാക്കി തൻ്റെ ശരീരം ഒഴിച്ച് ബാക്കി എല്ലാം മായയാണെന്നുള്ള ആ വിശാലമായ സങ്കല്പം, ആ തലത്തിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടാണ് നമ്മൾ അവരെ കളിയാക്കുന്നത്. ഭാരതത്തിൻ്റെ ആത്മീയ പാരമ്പര്യത്തിൻ്റെ ഒരു നേർദർശനമാണ് തീർച്ചയായിട്ടും. പല ദർശനം. അതാണ് ഏകം സദ്ഭിത വിഭ്രാവതന്തി എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെ വേണോ ആവാം. അഘോരി വേണോ, നാഗ പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ ശൈവ പാരമ്പര്യത്തിലോ വൈഷ്ണവ പാരമ്പര്യം, ഏത് പാരമ്പര്യത്തിൽ കൂടി ചരിച്ചാലും നിങ്ങൾ എത്തുന്ന എവിടെയാണ്? ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണ്. വഴികൾ പലതാണെന്ന് മാത്രം. ആ ഭാരതത്തിൻ്റെ ഏറ്റവും സമൃദ്ധമായ, ഏറ്റവും ശക്തമായ ഒരു പാരമ്പര്യത്തിൻ്റെ കണ്ണികളാണ് അഘോരികൾ.
പക്ഷെ നമ്മൾക്കവരെ ഈ പരിഷ്കാരികളുടെ കണ്ണിൽ കൂടി നോക്കുന്നതുകൊണ്ടാണ് ഇവരെ ഇങ്ങനെ കാണേണ്ടി വരുന്നത്. ഇപ്പം ഒരു ഉദാഹരണത്തിന് കഴിഞ്ഞ കുംഭമേളയ്ക്ക് ഞാൻ പോകുമ്പോൾ ഒരു അഘോരി സന്യാസിയുടെ ഘോഷയാത്ര അദ്ദേഹത്തിന് ഒരു വണ്ടിയിൽ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നഖം ഈ 10 വിരലുകളിൽ നഖം ഇങ്ങനെ വളർന്ന് താഴെ ഇങ്ങനെ തറയിൽ തട്ടുന്ന രീതിയിൽ ഒരു മീറ്റർ കണക്കിന് നീളത്തിൽ നഖം വളർന്ന് കിടപ്പുണ്ട്. പൂർണ്ണ നഗ്നാണ്. അദ്ദേഹത്തിൻ്റെ ഈ നഗ്നഭാഗത്തുള്ള രോമമെല്ലാം വളരാതെ ഇങ്ങനെ നീണ്ടു കിടക്കുന്നു. അദ്ദേഹം ഇങ്ങനെ വളരെ ചിരിച്ച് ഉല്ലാസവാനുമായി നടനം പോലെ അദ്ദേഹം നിൽക്കുകയാണ്. അദ്ദേഹത്തിനെ ഒന്ന് കാണാൻ, അദ്ദേഹത്തിനെ ഒന്ന് തൊട്ടു തൊഴാൻ ആയിരക്കണക്കിന് ആളുകളാണ് ആ വാഹനത്തിന് തൊട്ടുപുറകെ ഇങ്ങനെ ഓടുന്നത്. അവരൊന്നും പ്രശസ്തിക്ക് വേണ്ടിയോ ഒന്നും അല്ല, ആ കുംഭമേളയ്ക്ക് വരുന്നു എന്നുള്ളത് മാത്രമാണ്. കുംഭമേള കഴിഞ്ഞാൽ പിന്നെ കാണുന്നില്ല. ആ കുംഭമേളയ്ക്ക് വരുമ്പോൾ ഇവരെ കാണാനുള്ള തിരക്ക്, അവിടെ അദ്ദേഹം നഗ്നാണെന്ന് തോന്നുന്നു നമുക്ക് മാത്രമാണ്, അവർക്കതില്ല. ശരീരബോധം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് നഗ്നത? ഇത്തരം ഒരു പാരമ്പര്യത്തെക്കുറിച്ച്, ഇത്ര വളരെ വിശാലമായ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് ഒരു പഠനം നടത്താനോ അല്ലെങ്കിൽ സിലബസിൽ ഉൾപ്പെടുത്താനോ എന്നെങ്കിലും അല്ല, സിലബസിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിലും ഇവരുടെ ജീവിത രീതിയെക്കുറിച്ച്, ഇവർ നൽകുന്ന ഈ ചേതനയുള്ള ഭാരതീയ സംസ്കൃതിക്ക് അഘോരികൾ നൽകുന്ന സംഭാവന എന്ത്, അതൊരു വളരെ പഠന വിഷയമാക്കേണ്ടതാണ്. പക്ഷേ ദീർഘകാലം ഇവരോടൊപ്പം ജീവിച്ചാൽ മാത്രമേ, ദീർഘകാലം കയറി ഇറങ്ങി ഇവരോടൊപ്പം ചൂടും തണുപ്പും സഹിച്ച് ഇവരുടെ ഭക്ഷണവും കഴിച്ച് നടന്നാൽ മാത്രമേ ഈ ഒരു പഠനത്തിന് വിധേയമാക്കാൻ പറ്റൂ. നമ്മളൊരു സെമി അഘോരിയായിട്ട് മാറണം പഠിക്കാൻ പോകുന്ന ആൾ. അതിനാരെ തയ്യാറാവും? ഇന്ന് പ്രബന്ധങ്ങളെല്ലാം കോപ്പിയടിച്ച് എഴുതി കൊടുത്ത് ഡോക്ടറേറ്റ് എടുക്കുന്ന കാലഘട്ടമാണെന്ന് അറിയാമല്ലോ. ആ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഏതെങ്കിലും റിസർച്ച് ഗൈഡുകൾ അല്ലെങ്കിൽ റിസർച്ച് സ്റ്റുഡൻറ്റ് ഇത്തരത്തിൽ തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി നടന്ന് ഇത്രയും സഹനമായ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാകുമോ? ഇല്ല. അതുകൊണ്ടാണ് പഠനങ്ങൾ വരാത്തത്. കുംഭമേളയുമായി ബന്ധപ്പെട്ടെങ്കിലും ഈ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിഭാഗമാണ് അഘോരികൾ. ഇവർ ശവഭോഗം നടത്തുന്നു എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. പക്ഷേ അതിനൊന്നും വ്യക്തമായ തെളിവോ ഒന്നുമില്ല. ഇപ്പം സ്വാമി രാമയുടെ പുസ്തകം വായിക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ഈ മനുഷ്യനുമായി സമ്പർക്കമില്ലാത്ത മേഖലയിലാണ് അദ്ദേഹം താമസിക്കുക. അദ്ദേഹം ഈ ഒരു മഴക്കാലത്ത് ഋഷികേശിൻ്റെ ഉള്ളിലിങ്ങനെ ഒറ്റയ്ക്കൊരു കുടിൽ കെട്ടി താമസിക്കുമ്പോഴാണ് വലിയ മഴയത്ത് അദ്ദേഹം കുടലിരിക്കുമ്പോഴത്തേക്കാണ് ഒരു ശവശരീരം ഈ ഗംഗയിലൂടെ ഒലിച്ചു വരുന്നത് കാണുന്നത്. മരത്തിൻ്റെ വേരുകളൊക്കെ തട്ടി ശവശരീരം വരുന്നുണ്ട്. പാതി വെന്ത ശരീരമാണ്. അപ്പോൾ ഏതോ ശവം അടക്കാൻ വേണ്ടി വെച്ചിരുന്ന ചിതയിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോകുന്നതാണ് മനസ്സിലായി. ഇത് ഒരു വടി കൊണ്ട് ഈ ശരീരത്തെ ഇങ്ങനെ തട്ടി അടുത്തോട്ടിട്ടിട്ട് അതിനെ ഇങ്ങനെ ആ വെള്ളമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റിയിട്ടിരുന്നു. അത് പിന്നെ ജീവൻ വെച്ചു. ആ മനുഷ്യൻ പിന്നെയും 25 വർഷക്കാലം ഇദ്ദേഹത്തോടൊപ്പം ജീവിച്ചു എന്നുള്ളത് ആര് വിശ്വസിക്കും പറഞ്ഞാൽ സ്വാമി രാമ എഴുതിയിട്ടുള്ളതാണ്. ഈ പാതി വെന്ത മൃതശരീരം ജീവൻ വെക്കുകയും പിന്നെയും 10-25 വർഷക്കാലം ഇദ്ദേഹത്തോടൊപ്പം മനുഷ്യനായി ജീവിക്കുകയും ചെയ്തു എന്നുള്ള യാഥാർത്ഥ്യം പറയുമ്പോൾ നിങ്ങൾ നെറ്റിച്ചുളിക്കൂലേ? തീർച്ചയായും. കാരണം ഇത് പുറല്ലോ ശാസ്ത്രത്തിന് അത്ഭുതമാണ്. യോഗാനന്ദ പരമഹംസൻ എങ്ങനെയാണ് സമാധിയായത്? കേണൽ നിരഞ്ജൻ ഡിന്നിയോ മറ്റോ ഇന്ത്യയുടെ അംബാസഡറായിരുന്ന, ഫ്രാൻസിലെ അംബാസഡറായിരുന്ന അദ്ദേഹം വിളിച്ചു ചേർത്ത ഒരു വിരുന്നിൽ പങ്കെടുത്ത് വിരുന്നെല്ലാം കഴിഞ്ഞ് എല്ലാവരോടും സംസാരിച്ചിരിക്കുമ്പോൾ ആളുകളോട് പറയുന്നു, എൻ്റെ ഭൂമിയിലെ ദൗത്യം പൂർത്തിയായി, ഞാൻ മടങ്ങുകയാണ്, സമാധിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ് 10,000-കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഒരു മേശപ്പുറത്ത് ചമ്രം പണഞ്ഞിരുന്ന അദ്ദേഹം ഈ ശരീരത്തിൽ നിന്നും പ്രാണനെ പറഞ്ഞു വിട്ടത്. ഒരു ശരീരത്തിൽ നിന്ന് മറ്റു ശരീരത്തിലേക്ക് യാത്രയാകുന്നു പോവാണ്. അപ്പം പലരും വിചാരിച്ചു ഇത് സമാധി ഒരു ചെറിയ ദീർഘ സമാധിയല്ല, ഒരു ചെറിയ കാലത്തേക്കുള്ള 1-2 മണിക്കൂർ സമാധി അവസ്ഥയിൽ പലരും അങ്ങനെ വരുമല്ലോ. ഇപ്പോൾ വിവേകാനന്ദ ജീവിതത്തിലും ദീർഘമായ ഒരു 2-3 ദിവസം സമാധി അവസ്ഥയിൽ പോയിട്ട് തിരിച്ചു വരുന്ന കാര്യം പറയാറുണ്ട്. അതുപോലെ നിന്നാണ് തിരിച്ചത്. പക്ഷേ 19 ദിവസം ഇദ്ദേഹത്തിൻ്റെ ശരീരം മോർച്ചറിയിൽ വെച്ചിരുന്നു. ആ മോർച്ചറിയുടെ ഡയറക്ടർ കൊടുത്ത റിപ്പോർട്ടിൽ അത് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആ മൃതശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചുളിവുകളോ ആ തൊലിപ്പുറത്ത് എന്തെങ്കിലും ഈ മൃതശരീരമാണ് എന്ന് പറയത്തക്ക ഒന്നുമില്ല. മാത്രമല്ല ഒരു പരിമളം വന്നുകൊണ്ടേയിരുന്നു, ഒരു സുഗന്ധം. അതായത് ബ്രിട്ടീഷ് മോർച്ചറി ഡയറക്ടർ എഴുതുന്നത്, ഒരു സുഗന്ധം വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ആ ചുണ്ടിലിങ്ങനെ ഈ ഒരു പുഞ്ചിരി മാറാതെ നിന്നിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന് പോലും പറയാൻ സാധിക്കില്ല.
19 ദിവസം ഒരു പരീക്ഷണാർത്ഥം മോർച്ചറിയിൽ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഇത്ര ദിവസം ഇവർ ഇത്തരം രീതിയിൽ ശരീരത്തിനകത്ത് ജീവനൊക്കെ പിടിച്ചു നിർത്താൻ അല്ല, കഴിയും? അതാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പം അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു സമാധിയെക്കുറിച്ചുള്ള വ്യാകുലതയും ഒരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു അദ്ദേഹം തിരിച്ചു വരുമെന്ന് പറഞ്ഞല്ലോ. അത് ഇത് കണ്ടിട്ടാണ് പറഞ്ഞത്, ഇത് മനസ്സിലാക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സമാധി, ഇപ്പം താങ്കൾക്കും സമാധി അവസ്ഥയിലെത്താൻ പറ്റും. മനസ്സിനെ ധ്യാനിച്ച് ആ ധ്യാനം ഒരു കലയാക്കി മാറ്റി അതീന്ദ്രിയമായ എല്ലാ അനുഭവങ്ങളും നേടിക്കഴിഞ്ഞാൽ എപ്പോഴും ശരീരത്തിനെയും മനസ്സിനെയും മനസ്സിലാക്കിപ്പിച്ചാൽ മതി. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചാൽ നിങ്ങൾക്ക് സമാധി അവസ്ഥയിലെത്താം. പുറം ലോകവുമായി ബാഹ്യലോകവുമായിട്ട് ബന്ധമില്ലാതെ മനസ്സിനെ കുടിയിരുത്തുന്നതാണ് സമാധി അവസ്ഥ. പിന്നെ എപ്പോഴെങ്കിലും സമാധി അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാം. നമ്മുടെ തിരുവണ്ണാമലയിലെ സ്വാമി ഉണ്ടല്ലോ, അദ്ദേഹത്തിന് രമണ മഹർഷി, അദ്ദേഹം രമണാശ്രമത്തിന് മുകളിലുള്ള ആ ഗുഹയിൽ, വിരൂപാക്ഷ ഗുഹയിൽ കയറി തപസ്സിരുന്ന് ധ്യാനമഗ്നായിരുന്ന ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി. 5-6 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ അന്വേഷിച്ചു നടന്നപ്പോഴാണ് ഗുഹയിൽ ഇങ്ങനെ വളഞ്ഞ് ഒരു ഉണക്ക കമ്പ് പോലെയായി ശരീരം കിടക്കുന്നത്. ശരീരം മുഴുവൻ ഇങ്ങനെ പുഴുവരിച്ച് വ്രണങ്ങളായിരിക്കുകയാണ്. അദ്ദേഹം അറിയുന്നേ ഇല്ല. അദ്ദേഹത്തിനെ എടുത്ത് സമുദ്രത്തിൽ ഒരു നിരപ്പായ പാറപ്പുറത്ത് കൊണ്ട് കിടത്തിയപ്പോൾ ഈ തലയും കാലും നിലത്ത് തൊടുന്നില്ല. എന്താ കാരണം? വളഞ്ഞുപോയി, കുറുക്കിങ്ങനെ വളഞ്ഞുപോയി. പിന്നെ നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ ശുശ്രൂഷ കൊണ്ട് ആ ജീവൻ തിരിച്ചു കിട്ടി. അപ്പോഴും പുഴുക്കളുണ്ട് ശരീരത്തിൽ. ഈ കാലിൽ വെറും എല്ലായ കാലിൽ ഇങ്ങനെ ഒരു പുഴുവിരുന്ന് അനങ്ങുന്നുണ്ട്. അദ്ദേഹം ആ പുഴുവിനെ നുള്ളിയെടുത്ത് ഈ നെഞ്ചിലെ മാംസളമായ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കും. തിന്ന് നെഞ്ചിൻ്റെ ഭാഗത്ത് അല്പം ചതയുണ്ടല്ലോ, മുലക്കണ്ണുകളുടെ ഭാഗത്ത്. അതുകൊണ്ട് പുഴുവിനോട് പറയണം ഇത് തിന്നോളാൻ പറയുകയാണ്. അവിടെ ശരീരബോധം ഇല്ലാത്തൊരാളാണ്. അപ്പോൾ സമാധി അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. അഘോരികളും ഇതുമാതിരി ഇത്തരം ഒരു അവസ്ഥയിൽ കൂടിയാണ്. അഘോരികൾ ഇതിൻ്റെ വേറൊരു തലത്തിനെ കാണുന്നു. ഈ അവസ്ഥയിലല്ല, വേറൊരു തലത്തിൽ, ഇതിലും മുകളിലേക്കുള്ള വളരെ ശക്തമായ സാധനാ സമ്പ്രദായങ്ങളിലൂടി, നമുക്ക് പുറം ലോകത്തിന് വിശ്വസിക്കാനാവാത്ത ശക്തമായ താന്ത്രിക സാധനാ സമ്പ്രദായങ്ങളിലൂടെ അവർ സ്വയം ശരീരത്തെ പരീക്ഷണത്തിന് നിരന്തരം വിധേയമാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ അഖാഡകൾ എന്നാണ് ഇവർ, അഘോരികൾ എന്നാണ് വിളിക്കപ്പെടുന്നത്. അല്ല, ഈ താമസിക്കുന്ന നമ്മുടെ ആശ്രമത്തെ അഖാഡകൾ. ബാക്കി പാരമ്പര്യത്തിന് അഖാഡയുണ്ട്. അഖാഡകൾ എന്ന് പറയുമ്പോൾ സാധാരണ ഇതിൽ ഗുസ്തി പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിട്ടല്ലേ? അതുകൊണ്ട് കായികപരം അങ്ങനെ അഖാഡകൾ ഉണ്ടായിരുന്നു, ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഓരോ വിഭാഗം ചില സന്യാസിമാർ തിരിച്ചറിയാനുള്ള, പാരമ്പര്യം അനുസരിച്ച് തിരിച്ചറിയാനുള്ള അഖാഡകളുണ്ട്. അല്ലാതെ ഇവര് ആയോധന കലകൾ അഭ്യസിക്കുന്നുണ്ടല്ല. അതുകൊണ്ട് മാത്രമല്ല, ആയോധന അഭ്യസിക്കുന്നുണ്ടോ അഘോരികളോ? ഉണ്ടാവാം, പക്ഷെ അതിന് വേണ്ടത്ര തെളിവുകളോ ഒന്നുമില്ല. കാരണം പുറംലോകോട്ട് ബന്ധം നമ്മളങ്ങനെ കാണുന്നു. പക്ഷെ അവർക്ക് വളരെ മാസ്മരികമായ കരുത്തുണ്ട്. എന്നെ കണ്ട മാത്രമേ എൻ്റെ ശരീരത്തിലെ രക്തം ഇങ്ങനെ ഊറ്റി ഇല്ലാതാക്കാൻ, എൻ്റെ ശിരസിലോടുന്ന, എൻ്റെ ശരീരത്തിൽ നിന്ന് രക്തത്തെ മുഴുവൻ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് എന്നാണ് പറഞ്ഞ് കേൾക്കുന്നത്. സംസാരിക്കാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ടോ ഈ യാത്രയ്ക്കിടയിൽ? തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. അവരടുത്ത് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവരൊന്ന് പാനീയം വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട്. ഇവര് ഫോട്ടോ എടുക്കാനൊക്കെ ഏറ്റവും സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഈ അഘോരികളെന്ന് പറയുമ്പോൾ ഈ നമ്മൾ കാണുന്നവർ എത്ര കണ്ട് ശക്തരാണ്, ഇവർ യഥാർത്ഥ അഘോരികളാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ്, നമുക്കറിയാൻ പറ്റില്ലല്ലോ. നമ്മൾ യാത്ര ഞാൻ നേപ്പാളിൽ പോയി. നേപ്പാൾ ഗണ്ഡകി നദിയുടെ കുറുകെയുള്ളൊരു പാലം കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോകുമ്പം 64,000 ശിവലിംഗങ്ങളുള്ള ഒരു ക്ഷേത്ര സമുച്ചയം കാണാം. 64,000 ശിവലിംഗങ്ങളുണ്ട്. അവിടെ ഇതുപോലെ ശ്മശാനമൊക്കെ ഉണ്ട്. അവിടെ അഘോരിയുണ്ട്. അവിടെ ഈ നഗ്നസേന, അവിടെ അവരെടുത്തിരുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവരൊക്കെ യഥാർത്ഥ അഘോരി പാരമ്പര്യത്തിലുള്ളവരാണോ നമുക്കെങ്ങനെ അറിയാൻ സാധിക്കും? അതുകൊണ്ട് യഥാർത്ഥ അഘോരികളെ തിരിച്ചറിയാൻ ഒരു വഴിയുമില്ല. കുംഭമേളയ്ക്ക് പോകുമ്പോൾ ഇവരെ ഒന്ന് കണ്ട് ഇവരുടെ ഭാഷ അറിയാം, ഇവരോട് സംവദിക്കാൻ കഴിഞ്ഞാൽ, ഇവരുമായി അടുത്തിടപഴകാൻ ഉള്ള അവസരം കിട്ടിയാൽ, ഇവരുമായി ഇവരുടെ വാസസ്ഥലങ്ങളിൽ കൊടുങ്കാടുകളിലേക്ക് പോയാൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ ജീവിതചര്യകളും ഇവരുടെ വിസ്മയാവഹമായ മനുഷ്യൻ ഇന്ന് എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുമ്പോഴും എന്നാൽ മനുഷ്യന് തീരെ അപരിചിതമായ ചില ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അഘോരികളെക്കുറിച്ച് അറിയണമെങ്കിൽ അത്രയും ത്യാഗനിർഭരമായ ഒരു യാത്ര അനിവാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ. സത്യത്തിൽ അത്തരത്തിലുള്ളൊരു പഠനങ്ങളും ഭാവിയിൽ അത്ര സമ്പന്നമായ രീതിയിൽ ഇവരെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠനവിധേയമാക്കുവാനും നാളത്തെ സമൂഹത്തിന് കഴിയട്ടെ. കാരണം അത്ര തന്നെ ഇവർ വളരെ ശക്തമായിട്ടുള്ള ലോകത്തിൻ്റെ ശാന്തിയും ലോകത്തിൻ്റെ സമാധാനവും ആഗ്രഹിക്കുന്ന കൊണ്ട് തങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവരെക്കുറിച്ച് പഠനം നടത്താൻ നാളത്തെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞു. നമസ്തേ.